കൊല്ലേ ഇതിലും ഭേദം അങ്ങ് മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. കൊല്ലം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോരട്ടെ, ഇതെന്താ ഞമ്മക്കുള്ള മ്യൂസിക് ആണത്? അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ. എന്റെ പൊന്നു കോയ ചെല്ല് പോയി കിടന്ന് ഉറങ്ങ്. അതായത് ഗോവിന്ദച്ചാമി, മുഹമ്മദ് ഗോവിന്ദച്ചാമി സ്വർഗത്തിലും ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തു കൊന്ന സൗമ്യ ഹിന്ദുവായി എന്നതിന്റെ പേരിൽ നരകത്തിലും. എന്നിട്ട് അതിന്റെ പേര് ആത്യന്തികമായ നീതി. അത് നിങ്ങളെ മദ്രസയിൽ ചെലവാക്കിയാൽ മതി. ചെല്ല് പോയി കിടന്ന് ഉറങ്ങ്. കൊല്ലക്കടയിലാണ് സൂചി വിൽപ്പന. ഞാൻ മുസ്ലിമാണ്. ഓ മുസ്ലിമാണ്. മുസ്ലിമാണ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അബ്ദുൽ എന്നാണ്. അബ്ദുൽ. ബാക്കി പറയൂ. അബ്ദുള്ളയാണോ, അബ്ദുൽ അക്ബർ ആണോ, അബ്ദുൽ അൻവർ ആണോ, അബ്ദുൽ ബഷീർ ആണോ, അബ്ദുൽ മുത്തലിബ് ആണോ? അബ്ദുൽ ബാസിത്ത് എന്നറിയും. ബാസിത്ത്. പറയൂ. ഖുർആനിൽ മാത്രമാണ് റിലീജിയന്റെ പേര് ഇസ്ലാം ആണെന്ന് പറഞ്ഞത്. ഇതിപ്പോ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ജൂദായിസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും അതിലൊന്നും ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ റിലീജിയന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ എന്തുകൊണ്ട് ലാസ്റ്റില് ദിസ് ഇസ് ദ പെർഫെക്റ്റ് റിലീജിയൻ ഓർ ദ ലാസ്റ്റ് റിലീജിയൻ എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവല്ലോ. എന്താ കാരണം? കാരണം അത് ലാസ്റ്റ് റിലീജിയൻ ആയതുകൊണ്ട്. ലാസ്റ്റ് റിലീജിയൻ ആയതുകൊണ്ടോ? അതിനുശേഷം എത്ര റിലീജിയൻ ഉണ്ടായി? അല്ല, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുതിയ റിലീജിയൻ അറിയില്ലേ? അല്ല ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അല്ല, പുതിയ റിലീജിയൻ അറിയില്ലേ? പുതിയ റിലീജിയനോ? ഏറ്റവും ഒടുവിലുണ്ടായ റിലീജിയൻ ഏതാ? ലാസ്റ്റ് അല്ല, സോറി, പെർഫെക്റ്റ് റിലീജിയൻ. പെർഫെക്റ്റ് റിലീജിയൻ എന്നാണ് അവരും പറയണത്. അപ്പോ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ഈ പെർഫെക്റ്റ് റിലീജിയൻ ആണ്, ലാസ്റ്റ് റിലീജിയൻ ആണ് എന്നൊക്കെ പറഞ്ഞ വേറെ റിലീജിയൻ അല്ലേ? അതുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇസ്ലാമിന്റെ അത്ര ഇല്ലല്ലോ. ഇസ്ലാമിന്റെ അത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്. ഇസ്ലാമിന്റെ അത്ര ഇല്ല എന്ന് പറയുമ്പോ ഇസ്ലാമിനേക്കാൾ വലിയ റിലീജിയൻ ഇവിടെ ഇല്ലേ? എങ്ങനെ? ഇസ്ലാമിനേക്കാൾ വലിയ റിലീജിയൻ ഇവിടെ ഇല്ലേ? അപ്പൊ അതാണോ ശരി? ആൾബലം നോക്കിയിട്ടാണോ നിങ്ങൾ ഇസ്ലാം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്? അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇതാദ്യം തീരുമാനാക്കൂ. ആൾബലമാണോ ഇസ്ലാം ശരിയാണോ അല്ലെങ്കിൽ ഒരു റിലീജിയൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്? അല്ല, ആൾബലമല്ല. അപ്പൊ പിന്നെ ഇതിനേക്കാൾ ഏത് ഗ്രന്ഥമാണ് ശരി എന്നാണ് തീരുമാനിക്കുന്നത്. അതെ. അപ്പോ പുതിയ റിലീജിയൻ പറയുന്നു അവരാണ് ശരിയെന്ന്. അപ്പോഴോ? അപ്പൊ അവരോട് പ്രൂഫ് കാണിക്കാൻ പറയാം എന്തുകൊണ്ടാണ് ശരിയെന്ന്. അതിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ശരിയായ ബുക്കല്ല. തെറ്റില്ല. അത് ഏത് ബുക്കാണ്? അത് ഇസ്ലാമിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ എന്താണ് തെറ്റ്? ഖുർആനിൽ എന്താണ് തെറ്റ്? ഖുർആനിൽ തെറ്റില്ലേ? എന്താണ്? ഖുർആനിൽ തെറ്റില്ല. സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഖുർആനിൽ പറയുന്ന എംബ്രിയോളജി ശരിയാണോ? എംബ്രിയോളജിയോ? ബയോളജിനനുസരിച്ച് എനിക്കറിയില്ല. ഖുർആനിൽ പറയുന്ന എംബ്രിയോളജി ശരിയാണോ? ഖുർആനിൽ പറയുന്ന എംബ്രിയോളജി ശരിയാവണോ? ശരിയല്ല. എന്തുകൊണ്ട്? ഖുർആനിൽ പറയുന്നത് എന്താണ്? ആ സൂറത്ത് നിങ്ങൾക്ക് അറിയോ? ഇല്ല. കേട്ടിട്ടില്ലേ? അല്ല, നിങ്ങൾ സൂറത്തിന്റെ പേര് പറഞ്ഞു. ഖുർആനിലെ തെറ്റല്ലേ നമുക്ക് വേണ്ടേ? അതെ. 1:14 ഖുർആനില് സൂറത്ത് മുഅ്മിനൂൻ. ഒന്ന് വായിച്ചത്. Then we developed the drop into a clinging clot. Then developed the clot into a lump of flesh. Then developed the lump into bones. Then clothed the bones with flesh. Then we brought into being a new creation. ഇതെങ്ങനെ 1400 വർഷം മുന്നേ ഒരാൾക്ക് ഇത് പറയാൻ കഴിയും? ഈ മണ്ടത്തര ആർക്ക് വേണേലും പറഞ്ഞൂടെ? ഇത് തെറ്റല്ല എഴുതി വെച്ചിരിക്കണേ. ഇങ്ങനെയാണോ എംബ്രിയോളജി പറയണേ? ഗാലനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗാലന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ? 150 ഈ കാലഘട്ടത്തിൽ ഗാലൻ ജീവിച്ചിരുന്ന കഥ നിങ്ങൾക്ക് അറിയോ? ഗാലൻ ജീവിച്ചിട്ടിരുന്നിട്ട് ഇത് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഗാലനാണ് പറഞ്ഞത്. അതെങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം? അത് ഗാലൻ തന്നെയാണ് പറഞ്ഞത്. ഗാലന്റെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഗാലൻ തന്നെ പറഞ്ഞ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത് എത്രയോ കൊല്ലം മുന്നേ ഉള്ളതല്ലേ. അപ്പൊ നിങ്ങൾക്ക് 1400 വർഷം മുന്നേ ഉള്ള സാധനം ഇപ്പൊ തെറ്റായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ 1400 വർഷം മുന്നേ ഉള്ള സാധനം തെറ്റാവാൻ പാടില്ലേ? അതന്നെയാണ് നിങ്ങൾ തെറ്റാണ് പറഞ്ഞോണ്ടാണ് ഞാൻ ഇതും തെറ്റായിക്കൂടെ പറഞ്ഞത്. ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ട് സാധനം തെറ്റാണെന്നേ.
അങ്ങനെയല്ല. അതായത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ക്ലോട്ട്, പിന്നെ ക്ലിങ്കിങ് ക്ലോട്ട്. ഇനി പോട്ടെ, അത് നമ്മൾ സമ്മതിച്ചു. ബോൺസ് വിതിൻ ദ ബോഡി ഓഫ് ദ ഫീറ്റസ്, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ബോൺ എങ്ങനെയാണ് അതിനകത്ത് ബാക്കി സ്റ്റേജ് എഴുതിയിരിക്കുന്നത്? എങ്ങനെയാ? Then we clothe the bones with flesh. അങ്ങനെയാണോ എംബ്രിയോളജിയിലുള്ളത്? എംബ്രിയോളജിയിൽ ബോൺ ആണോ ആദ്യം ഉണ്ടാവുന്നത്? ഒന്ന് തെളിയിച്ചു തന്നാ ഞാൻ ഈ പണി നിർത്തും. പറ്റുമോ? ഇവിടെ നിന്ന് നാശമാക്കും. നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. മോൻ എന്താ പഠിച്ചിരിക്കുന്നത്? ഞാൻ ബിടെക് ആണ്. അപ്പൊ ബിടെക്കിൽ എംബ്രിയോളജി ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോ ഒന്ന് തള്ളി മറിക്കണതിന് മുന്നേ ഒന്ന് പോയി നോക്കിക്കൂടെ? ഗൂഗിൾ അടിച്ച് കിട്ടുന്ന സാധനങ്ങളല്ലേ. ഒന്ന് തെളിയിച്ചു തരൂ. നിങ്ങളല്ലേ ഇപ്പൊ ഇവിടെ തള്ളിയത്? ഇസ്ലാമിൽ ഒരു തെറ്റ് പോലും ഇല്ല. ഇതൊരു തെറ്റല്ലേ? എംബ്രിയോളജിയുടെ ഒരു സ്റ്റേജിലും ആദ്യം ബോൺ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഖുറാനിൽ എന്താ പറയുന്നത്? ആദ്യം ബോൺ ഉണ്ടാവുന്നു, എന്നിട്ട് അതിന്റെ മുകളിൽ ഫ്ലഷ് പൊതിയുന്നു എന്ന്. അത് തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ അത് തെറ്റിയില്ലേ? ഇനി എംബ്രിയോളജി പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഖുറാനിൽ തെറ്റില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇതുപോലെ മുന്നോട്ട് വന്നത്? അതൊരു വിശ്വാസത്തിന്റെ പേരിലാണ്. ആ വിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. അതാണ് ഈ പറഞ്ഞത്. ഇത് മനസ്സിലായ ഇസ്ലാമിക പ്രബോധകർ അവരിത് തള്ളിക്കളഞ്ഞ കാര്യമാണ്. എന്റെ പൊന്നു കോയ. അതെ, സുന്നിയ മുജാഹിദാ? സുന്നിയാണോ മുജാഹിദാണോ? നിങ്ങൾ അതൊന്നും പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ? അത് പറയും. മുസ്ലിം എന്ന് പറയുന്ന സാധനം ഇല്ലെന്നേ ഇസ്ലാമില്. നിങ്ങൾ പറയൂ, ഏതാ സുന്നിയാണോ മുജാഹിദാണോ എ പി ആണോ ഇ കെ ആണോ? നിങ്ങൾ നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടാറ്? നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടാറ്? നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടാറ്? നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടാറെന്ന് പറയും. നിങ്ങൾ അങ്ങനെ നിഷേധാത്മകമായിട്ട് മുന്നോട്ട് പോയാൽ നടക്കില്ല. നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടണെന്ന് പറയാം. കൈ രണ്ടും ചെസ്റ്റിന്റെ അവിടെ കള്ള ഇജ്ജ് മുജാഹിദാടാ. ഇനി നമ്മുടെ അടുത്തൊന്നും ഈ നമ്പർ ഇറക്കല്ല കേട്ടാ. നീ സുന്നിയാണെന്നുണ്ടെങ്കിൽ എവിടെ കെട്ടും? നെഞ്ചിന്റെയും പൊക്കളുടെ ഇടയിൽ കെട്ടും. മുജാഹിദായതുകൊണ്ട് എവിടെ കെട്ടി? നെഞ്ചമ്മ കെട്ടി. ഇപ്പൊ പിടികിട്ടിയ ഈ മാരി ഇവിടെ ഇറക്കൽ എന്റെ പൊന്നു കോയ. നീ അധികം അഭ്യാസം എടുക്കല്ലേ? നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഏത് ഗ്രന്ഥം ഫോളോ ചെയ്യുന്നില്ലേ? ഞാൻ ബാലമംഗളം. എന്തിനാണ് ഈ ഗ്രന്ഥം? എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങൾ ജനിച്ച് മരിച്ചിട്ട് നിങ്ങളുടെ റോൾ എന്താണ്? ജനിച്ച് മരിച്ചിട്ട് എന്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിലുള്ള ആ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇഞ്ചാതി സാധനങ്ങളൊക്കെ അടുത്ത ആൾക്ക് വളമായിട്ട് പോകും. ഈ കാർബണും നൈട്രജനും ഓക്സിജനും ഒക്കെ ആരാ ഉണ്ടാക്കിയതല്ലേ? ഈ കണ്ടക്ടിങ് മെറ്റീരിയൽസിലുള്ള കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? ഡിങ്കനോ? വേണ്ട ഡിങ്കൻ ചിരിക്കണത്. ഡിങ്കനോഫോബിയ പറയരുത് കേട്ടാ. വേണ്ട ഡിങ്കനെ കളിയാക്കരുത്. നീ പകപോക്കാണല്ലേടാ. നമ്മള് മലയാളികൾക്ക് അറബി അറിയില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അറബി അറിയുന്നവര് തെറ്റ് ചെയ്താല് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള തെറ്റും ഈ അറബി അറിയാത്ത മലയാളികൾ എന്ന് വെച്ചാൽ നമ്മൾ അറബി പഠിച്ചിട്ടാണല്ലോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് ഈ അറബി പഠിച്ചവരെ അത്ര കുറ്റം കിട്ടൂല. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾ ചിരിക്കാരാ, ഞാൻ പറഞ്ഞുതരാം. വേറെ ഇപ്പൊ ഒരു ഹിന്ദു മതക്കാരന്, അല്ലെങ്കിൽ ഹിന്ദു വേണ്ട, ക്രിസ്ത്യൻ മതക്കാരന് വിചാരിച്ചോ. ക്രിസ്ത്യൻ മതക്കാരന് ഇപ്പൊ കൊറേ കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോ ഇവർക്ക് നമ്മൾ ഓൾറെഡി മുസ്ലിം ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങള് ഇവര് ചെയ്ത കുറ്റങ്ങളെക്കാട്ടും വലുതാണ് ഇസ്ലാമില്. കാരണം എന്തുകൊണ്ടാ വെച്ചാല് ഇവർക്കൊരു ഇതില്ല, എന്താണ് പെർമിഷൻ അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ഇസ്ലാമിലേക്ക് വരാൻ. കാരണം അവരെ മാതാപിതാക്കന്മാരൊക്കെ ക്രിസ്ത്യാനികള്, ഹിന്ദുക്കള്, ഒരു ജസ്റ്റിസ് അല്ലല്ലോ അവിടെ, ഫെയർനെസ് അല്ല അവിടെ. അപ്പൊ ഞമ്മക്ക് സമയമല്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളൊരു തിന്മ പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിന്മ, ചെയ്യാൻ പറ്റുന്ന തിന്മ ഒരു തിന്മ പറയൂ, മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു തിന്മ. പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതെ നിൽക്കല് വലിയ തിന്മ. അതായിക്കോട്ടെ, അതിപ്പോ അതിനേക്കാൾ ഓക്കെ. ഇപ്പൊ അള്ളാഹുവിൽ വിശ്വാസമില്ല, അതായത് ഷിർക്കാണ് ഉദ്ദേശിച്ചത്? ഷിർക്ക്. ഉമ്മയെ വ്യഭിചരിക്കലോ? ഏതാ വലിയ തിന്മ എന്ന് പറയൂ, എന്നിട്ട് ആദ്യം ഇതിന് ഉത്തരം പറയൂ. ഏതാ വലിയ തിന്മ? ഉമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്കാണോ വലിയ തിന്മ?
ഇസ്ലാമിൽ പറയുന്നത് ഷിർക്കാണെന്ന്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഉമ്മയെ വ്യഭിചരിച്ചാലും സ്വർഗത്തിൽ പോകും. അങ്ങനല്ല. ഞാൻ സെന്റൻസ് ഉമ്മയെ ലാസ്റ്റ് ഒരാള് വേറെ ഒന്നും ചെയ്തില്ല, ഉമ്മയെ വ്യഭിചരിക്കൽ മാത്രമേ ചെയ്തുള്ളൂ, അയാൾ സ്വർഗത്തിൽ പോകുന്ന ചോദിച്ചനുത്തരം പറയും. ഒരാള് ഒരു തിന്മയും ചെയ്തില്ല, ഉമ്മയെ മാത്രം വ്യഭിചരിച്ചു, അയാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും? എനിക്കറിയില്ല, പഠിച്ചോనికి അറിയുള്ളൂ. അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ പൊന്നുപോയ. എന്താ പറയാൻ മടിയാണോ നിങ്ങൾക്ക്? എന്താ പറയാൻ മടിയാണോ? അതെന്താ പറയാൻ മടിയാണോ? ഒച്ചക്ക് പറ, ചോദിച്ചെന്ന് ഉത്തരം പറ. നിങ്ങളങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ? ചോദിച്ചെന്ന് ഉത്തരം പറ. ഒരു സത്യവിശ്വാസി ഷിർക്കൊന്നും ചെയ്യുന്നില്ല, പൂർണ്ണമായി അള്ളാഹുവിൽ വിശ്വസിച്ച് നടക്കുന്ന ഒരാൾ ഉമ്മയെ വ്യഭിചരിച്ചു, അയാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും? അങ്ങനെ പൂർണ്ണമായി അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അന്ന് നിങ്ങൾ കേൾക്കൂ. അങ്ങനെ ഒരു വിശ്വാസി, സത്യവിശ്വാസി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്നെങ്കിൽ വിശ്വാസമല്ല, അല്ലെങ്കിൽ അയാൾ ഭ്രാന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്താണ്. ഏതോ രണ്ടാണെങ്കിൽ പോലെ ആ ഭ്രാന്ത് അയാൾക്ക് കൊടുത്ത പഠിച്ചോനല്ലേ? എന്ത് ഭ്രാന്തോ? ഭ്രാന്തും ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടാക്കണതാരാ? ഒരാൾക്ക് ഭ്രാന്ത് കൊടുക്കുന്നതാരാ? പഠിച്ചോൻ തന്നെ ശിക്ഷ. അപ്പൊ അയാൾക്ക് ഭ്രാന്ത് കൊടുത്ത് അയാളെ കൊണ്ട് ഉമ്മാനെ വ്യഭിചരിപ്പിച്ചത് അപ്പൊ പഠിച്ചോൻ തന്നെയല്ലേ? അപ്പൊ ഇനി പറയും അയാൾ സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ കടന്നു ഉരുളല്ലേ? ചോദിച്ചതിന് ഉത്തരം പറയും. ഒരു സത്യവിശ്വാസി, ഇപ്പൊ ഇവിടെ ഉസ്താദുമാര് കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ? ഈ ഉസ്താദുമാര് കുട്ടികളെ പീഡിപ്പിക്കുന്ന പോലെ ഒരു വളരെ സത്യവിശ്വാസിയായ ഇപ്പൊ AP അബൂബക്കർ മുസ്ലിം സ്വന്തം ഉമ്മാനെ പൂശിന്ന് വിചാരിക്കാം, എന്ത് ചെയ്യും? അയാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും? നരകത്തിൽ പോ സ്വർഗത്തിൽ പോ എനിക്കറിയില്ല. എന്താ അറിയാത്ത? കാരണം ഞാൻ തീരുമാനിക്കുന്ന ഞാനല്ല, ഒരാൾ ഒരു തിന്മയും ചെയ്തു. അപ്പൊ സ്വർഗത്തിൽ പോണോ തീരുമാനിക്കണത് താനല്ല എന്നാ പറഞ്ഞ? ഞാനല്ല. ശരി. അപ്പൊ ഒരാള് ഒരു തിന്മയും ചെയ്തിട്ടില്ല, അയാൾ ശിർക്ക് മാത്രം ചെയ്തു, അയാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോവോ? സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ശിർക്ക് മാത്രം. പക്ഷെ പാപമോചനം ചെയ്തില്ല, ഇല്ല, നരകത്തിൽ പോകും. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ, നിങ്ങളല്ല തീരുമാനിക്കണെന്ന്. അപ്പൊ ശിർക്കിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിന്റെ നന്മ എന്നൊക്കെ പറയണത് അറിയുന്ന ആള് ഉമ്മയെ പൂശുന്നു, ബാസിത്ത് ഉമ്മാനെ പൂശുന്നു, ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക? അറിയില്ലേ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ അറബി അറിയുന്ന ആളുകൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോ അറിയില്ല, അറബി അറിയുന്ന ആൾക്കായിരിക്കും. അങ്ങനെ ആർക്കാ കൂടുതൽ ശിക്ഷ കിട്ടുക? അറബി അറിയുന്ന. നിങ്ങൾ ഈ എക്സാമ്പിൾ തന്നെ മാറ്റിയിട്ട് അതൊക്കെ അവിടെ നമ്മൾ പഠിക്കുമ്പോ കൂടിയതേ പിടിക്കും. നിസ്കാരമൊക്കെ ചീള കേസ് അതൊക്കെ പിടി, നമ്മൾ കൂടിയതേ പിടിക്കുള്ളൂ. നമ്മൾ ഉമ്മാനെ പൂസ തന്നെ പിടിക്കും. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും, അപ്പൊ നിങ്ങൾ പറയും ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക? ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടാന്ന് പറയും. ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക? അതൊക്കെ അവിടെ ഉമ്മാനെ പൂശുന്നത് വെച്ചിട്ട് ഉദാഹരണം പറയുന്നത് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഉമ്മാനെ പൂശുന്നത് വെച്ചിട്ട് ശിർക്ക് എന്താണെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടത്തെ മദ്രസയിൽ നടക്കുന്ന അധ്യാപനാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് പ്രശ്നമാണെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങളെ അടുത്ത ആഴ്ച പള്ളി പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, ഉമ്മാനെ പൂശുന്നത് വെച്ച് ശിർക്ക് പഠിപ്പിക്കുന്നത് ഞാനല്ല, അത് ഇവിടുത്തെ മദ്രസയിൽ നടക്കുന്ന കാര്യമാണ്, പള്ളിയിൽ ദർസിൽ നടക്കുന്ന കാര്യമാണ്, ഇവിടുത്തെ പള്ളിയിൽ കുത്തുബയ്ക്ക് ശേഷം നടക്കുന്ന പ്രസംഗത്തിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് തോന്നാത്ത പ്രശ്നം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വേറെയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതിലെന്താ കുഴപ്പമുണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഉസ്താദ്മാര് പറയണ കേൾപ്പിച്ചായിരുന്നോ ഞാൻ? ഉമ്മാനെ പൂശുന്നത് വെച്ചിട്ട് ശിർക്ക് പഠിപ്പിക്കുന്നത് വേണോ? സെന്റൻസ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോ അത് മുഴുവനാക്കാതെ അതിന്റെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ നമ്മൾ സമ്മതിക്കില്ല. ഓക്കെ, അല്ലാതെ ഞാൻ സാധനം പറയുമ്പോ നിങ്ങൾക്ക് ആ സാധനത്തിന്റെ പ്രശ്നം പിടികിട്ടുമ്പോ അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് കേൾക്കണം ഉസ്താദുമാർ എങ്ങനെയാണ് ഉമ്മമാരെ പൂശുന്നത് വെച്ചിട്ട് ശിർക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉസ്താദുമാരെ കാര്യം വിടുന്ന എന്തിനാ? ഉസ്താദ് എന്താ തെറ്റാണോ പഠിപ്പിക്കുന്ന? ഉസ്താദുമാരല്ല ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ആരെ ഫോളോ ചെയ്യുന്നത്? ഖുർആൻ ആരാ എഴുതിയത്? ടീച്ചിങ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ടീച്ചിങ് ആരാണ് എഴുതി വെച്ചത്? നിങ്ങൾ തഫ്സീർ എടുക്കാറുണ്ടോ? തഫ്സീർ ഖുർആൻ ഞാൻ എടുക്കാറുണ്ട്. തഫ്സീർ എടുക്കാറുണ്ടോ? തഫ്സീർ ഞാൻ എടുക്കാറില്ല, ഞാൻ ഖുർആൻ മാത്രം പഠിച്ചിട്ടുള്ളൂ. ഖുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബി കയ്യിലുള്ള ഖുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ അത് മുഹമ്മദ് നബിയുടെ സാധനമാണെന്ന്? അത് പിന്നെ ഇന്നല്ലാഹ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന സാധനം അത് ആരെഴുതിയതാണ്? ഇനി മുഹമ്മദ് നബീന്റെ കൂടെയുള്ള സഹാബികള് എവിടെ എഴുതി? ആര് പറഞ്ഞു കൊടുത്തിട്ട് എഴുതി? മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തിട്ട്. ആ, ഇതാണ് പ്രശ്നം. അല്ല അല്ല അബൂ സർഹിനെ കുറിച്ച് അറിയോ? അബൂ സർ കേട്ടിട്ടില്ലേ? ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് അറിയാ? ഇത് ഹദീസിലുള്ളതാണ്, ചരിത്രത്തിലുള്ളതാണ്. ഹദീസ് അല്ല, നിങ്ങൾ ഇങ്ങനെ വീങ്ങണോണ്ടാണ് നിങ്ങൾ പ്രശ്നം വരുന്നത്. സഹിയായ ഹദീസ് നിങ്ങൾ എടുക്കൂലേ? ഈ സഹിഹായ ഹദീസ് നിങ്ങൾ എടുക്കുമോ ഇല്ലേ? സഹിഹായ ഹദീസ് നിങ്ങൾ എടുക്കുമോ ഇല്ലേ? മുസ്ലിംകൾ തമ്മിൽ സഹിഹായ ഹദീസ് നിങ്ങൾ എടുക്കുമോ ഇല്ലേ? ഞാൻ ഹദീസ് വായിച്ചിട്ടേ ഇല്ല. എന്നാ ശരി, പോയി കിടന്നുറങ്ങും. നമുക്ക് ഹദീസും ഖുറാനൊക്കെ എടുത്ത് നിങ്ങൾ പിന്നെ നിസ്കരിക്കണം എന്താ അടിസ്ഥാനത? 5 തരം നിസ്കരിക്കാനുള്ള ഖുറാനിൽ എവിടെയുള്ളത്? നിങ്ങൾ നിസ്കരിക്കുമ്പോ കൈ കെട്ടണത് നെഞ്ചത്താന്ന് പറഞ്ഞു, അത് എവിടെയാ ഖുറാനിലുള്ളത്? അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ ഹദീസ് അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ ഹദീസ് എടുക്കും, അതല്ലേ? അപ്പൊ നിങ്ങൾ സൗകര്യമുള്ളത് നിങ്ങൾ ഹദീസ് എടുക്കും, അതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചോദിച്ചിട്ട് പറയും, നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ ഹദീസ് എടുക്കും, സൗകര്യമുള്ളത് അത് തള്ളും. അപ്പൊ എനിക്ക് അത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അപ്പൊ പറയണത് കേൾക്കൂ. അപ്പോ സപ്പോസ് ഈ ഗോവിന്ദച്ചാമി മുസ്ലിമായെന്ന് വിചാരിക്കാം. ഗോവിന്ദച്ചാമി സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഗോവിന്ദച്ചാമി പാപമോചനം തേടിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കൾക്ക് അങ്ങനത്തെ ഒരു കേൾക്കൂ. ചോദിക്കണേ കേൾക്കൂ. നിങ്ങളുടെ മെഴുകൽ അവിടെ നിർത്ത്. ചോദിക്കണേന് ഇനി ഉത്തരം പറയാം. സൗമ്യ മുസ്ലിം ആയിട്ടാണോ മരിച്ചത്? ആരാണ് സൗമ്യ? മുസ്ലിം ആണോ? അല്ലേ? സൗമ്യ മരിച്ചത് മുസ്ലിം ആയിട്ടാണോ? അല്ലേ? അത് നിങ്ങളല്ലേ പറയണ്ടേ? സൗമ്യ കാഫിറായിരുന്നു. സൗമ്യനെയാണ് ബലാത്സംഗം ചെയ്ത് ഗോവിന്ദച്ചാമി കൊന്നത്. ഓക്കെ. സൗമ്യ നരകത്തിലാണോ സ്വർഗത്തിലാണോ? നരകത്തിൽ. അപ്പൊ ഇനി നിങ്ങൾ ജഡ്ജ്മെന്റ് ഡേ എടുക്കുക. ഓക്കെ, എടുത്തു. സൗമ്യ നരകത്തിലും ഇസ്ലാം മതം സ്വീകരിച്ച സൗമ്യ ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമി സ്വർഗത്തിലും. ഇതാണോ നീതി നിങ്ങൾ പറയുന്നത്? ആണോ? ഞാൻ പറയട്ടെ, ഇതാണോ നിങ്ങളുടെ നീതി? നീതി അതല്ല, അനീതി എവിടെ നടന്നത്? ഇതിങ്ങനെയാണോ സംഭവിക്കാന്ന് ആദ്യം പറയും. ചോദിച്ചാൽ ആദ്യം ഉത്തരം പറയൂ. ഇതിങ്ങനെയാണോ സംഭവിക്കുക? ഉത്തരാണ് പറയുന്നത്. പറയും. അനീതി എവിടാന്ന് വെച്ചാല്, ഈ സൗമ്യ എന്ന് പറയുന്ന ആള് ഇത്രയും കൊല്ലം ജീവിച്ചല്ലോ, അല്ലെങ്കിൽ ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിട്ട് കുറച്ചു കാലം ജീവിച്ചു വിചാരിച്ചോ. ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു ചെറിയൊരു ഹിക്മത്തെങ്കിലും അല്ലെങ്കിൽ ഇൽമെങ്കിലും കൊടുക്കണ്ടേ? ഇത് ഏത് റിലീജിയനാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് റിലീജിയനാണ് കറക്റ്റ് എന്നൊരു ഹിക്മത്ത് കൊടുത്ത് നമ്മളെ മതത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും കൊല്ലം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്താ നമുക്കുള്ള മ്യൂസിക് ആണത്? അല്ലാതെ ഞാൻ എന്താ പറയാ? എന്റെ പൊന്നു കോയ ചെല്ല് പോയി കിടന്ന് ഉറങ്ങ്. അതായത് ഗോവിന്ദച്ചാമി, മുഹമ്മദ് ഗോവിന്ദച്ചാമി സ്വർഗത്തിലും ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തു കൊന്ന സൗമ്യ ഹിന്ദുവായി എന്നതിന്റെ പേരിൽ നരകത്തിലും. എന്നിട്ട് അതിന്റെ പേര് ആത്യന്തികമായ നീതി. അത് നിങ്ങളെ മദ്രസയിൽ ചെലവാക്കിയാൽ മതി. ചെല്ല് പോയി കിടന്ന് ഉറങ്ങ്. ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.